അർജുൻ, ഇപ്പോൾ LDF സർക്കാരിനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആന്റോ അഗസ്റ്റിനും സംഘവും റിപ്പോർട്ടർ ടിവിയിലൂടെ വാർത്തകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിപ്പോൾ സർക്കാരിന് തന്നെ തലവേദനയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിരവധി കേസുകൾ, മുട്ടിൽ മരമുറി, മാംഗോ ഫോൺ, അങ്ങനെ തുടങ്ങി നിരവധി കേസുകൾ ഇപ്പോൾ വീണ്ടും ചർച്ചയായി ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് സർക്കാർ ഈ ആന്റോയെ കൈകാര്യം ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് സർക്കാരിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട്, കായിക വകുപ്പിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട്, കായിക മന്ത്രിയെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയും ഓഫീസിനും ഉൾപ്പെടെയുള്ളവരെ പറ്റിച്ചുകൊണ്ട്, LDFനെയും CPMനെയും ഉൾപ്പെടെ കായിക പ്രേമികളെ ഒന്നടക്കം വഞ്ചിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടർ TV സംഘവും ഈ പറയുന്ന മുട്ടിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ ആന്റോ ബ്രദേഴ്സ് അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ക്രിമിനൽ സംഘം അവർ നടത്തിയിട്ടുള്ള ഈ കളികളെല്ലാം സർക്കാരിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച് എടുത്തു എന്നാണ് നമുക്ക് അതീവ രഹസ്യമായി ലഭിക്കുന്ന വിവരം. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു സാമ്പത്തിക കുറ്റവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഈ പറയുന്ന ആന്റോ അഗസ്റ്റിനെതിരെയും റോജി അഗസ്റ്റിനെതിരെയും ജോസ് കുട്ടി അഗസ്റ്റിനെതിരെയും, അതായത് അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ഈ റിപ്പോർട്ടർ TVയുടെ തലവന്മാർക്കെതിരെ എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എടുക്കാൻ നിർദ്ദേശം നൽകി, എടുക്കാൻ പോകുന്നു എന്നുള്ളതല്ല, എടുക്കാൻ നിർദ്ദേശം നൽകി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ പേരിൽ ഒരു കേസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചേച്ചിക്ക് മനസ്സിൽ തോന്നിയൊരു ചോദ്യമുണ്ട്, മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണോ, അല്ലെങ്കിൽ മാംഗോ ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഈ മൂന്ന് സംഭവങ്ങളുമല്ല, മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർക്കെതിരെ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. അത് ഒരു 5000 കോടി രൂപയുടെ ഒരു ഇടപാടാണ്. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും EDയുമായി ഉൾപ്പെടെ സംസ്ഥാനം ഇതുമായി സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ അറിവോടുകൂടി തന്നെ സംസ്ഥാനം ഇത് കേസ് എടുക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ഉടനടി തന്നെ EDക്ക് ആ വിഷയത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സ്പേസ്, ഒരു ഗ്രൗണ്ട് കിട്ടും. അത്തരത്തിലുള്ള ഗ്രൗണ്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കേസ് എടുക്കുന്നത്. അത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കേസ് എടുക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനോട് ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആ കേസിന്റെ പൂർണ്ണ വിവരങ്ങൾ നമ്മുടെ പക്കലുണ്ട്. പക്ഷെ ആ കേസ് എടുക്കുന്നത് വരെ പുറത്തു വിടരുത് എന്നാണ് നമുക്ക് ഈ വിവരങ്ങൾ തന്നിട്ടുള്ള വ്യക്തികൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ എന്താണ് കേസ്, അതിന്റെ കേസിന്റെ ഇതെത്രയാണ്, അതിനകത്ത് വരാൻ പോകുന്ന ചാർജുകൾ എന്തൊക്കെയാണ്, ആ ഇടപാട് എങ്ങനെ നടത്തിയതാണ്, ഈ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ട് നമുക്ക്. അതായത് ഇതുവരെ പുറത്തു വന്ന കേസുകളെക്കാളും വളരെ അതൊരു ഐസ്ബർഗിന്റെ ചെറിയ ഭാഗമാണ് നമ്മൾ പുറത്ത് കാണുന്നു എന്ന് പറയും പോലെ അതിനേക്കാൾ എല്ലാം വളരെ ആഴത്തിലുള്ള ഒരു കേസാണ് ഇപ്പോൾ ഇനി വരാനിരിക്കുന്നത്. അതെ, തീർച്ചയായും. അതായത് നമുക്ക് മുട്ടിൽ മരമുറി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ, മുട്ടിൽ മരമുറി എന്ന് പറയുന്നത് ഒരു 15 മുതൽ 25 കോടി രൂപ വരെയാണ് നിസ്സാരം എന്ന് അവർക്ക് വേണമെങ്കിൽ തോന്നാം. അതേപോലെ തന്നെ ഇപ്പം ഈ മെസ്സിനെ കൊണ്ടുവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഗോകുലിന്റെ അടുത്ത് മേടിച്ച 100 കോടി മറ്റതും ഇതെല്ലാം കൂടെ കൂടി കഴിഞ്ഞാൽ 100-200 കോടി രൂപേന്റെ ഉള്ളെന്ന് വെക്കാം. മാംഗോ ഫോണുമായി ബന്ധപ്പെട്ടും ഇതേപോലെ തന്നെയുള്ളതെന്ന് വെക്കാം. പക്ഷെ ഇത് വരാൻ പോകുന്നത് 5000 കോടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇടപാടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 5000 എന്നുള്ളത് കറക്റ്റ് സംഖ്യയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 5000 കോടി അടുത്തുള്ള ഒരു ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. അത് സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇനി ആന്റോയെ ചുമക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ചേച്ചി, ആന്റോയെ മുഖ്യമന്ത്രി ചുമക്കാൻ ഇനി വ്യക്തത ചുമക്കില്ല എന്ന് ഞാൻ പറയുന്നതിന് അടിവരയിട്ട് പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മുടെ കായിക മന്ത്രി അബ്ദുറഹ്മാനുമായിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ആന്റോയും ഈ റോജിയും ജോസ് കുട്ടിയും എല്ലാം കൂടെ ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുന്ന ഘട്ടത്തിൽ ഈ ആന്റോ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു നിർദ്ദേശം വെച്ചു. അതായത് ഈ പറയുന്ന നടക്കാൻ സാധ്യതയില്ലാത്ത മെസ്സിയുടെ ഫുട്ബോൾ ആ മാച്ച്, സൗഹൃദ മാച്ച്, ആ മാച്ചിന്റെ ആദ്യ ടിക്കറ്റ് വിൽപ്പന അങ്ങ് നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിനെ ഇതിനകത്തേക്ക് പിടിച്ചിടാൻ നോക്കി. മുഖ്യമന്ത്രി ടിക്കറ്റ് കൊടുക്കുന്ന ആ ചിത്രം വെച്ചിട്ട് ഉമ്മാർക്ക് ഫ്ലെക്സ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഈ മുഖ്യമന്ത്രിയെ വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിനെ എന്നാലും നമുക്ക് അവിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രിയെ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും അതിൻ്റെ അകത്തൊരു ഒരു സർക്കാരിന്റെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി അതിനകത്ത് ഉണ്ടാകും. അപ്പൊ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇത്തരത്തിൽ നിർദ്ദേശം വെച്ചു, അങ്ങ് ഇഷ്ടമുള്ള സ്ഥലത്ത്, കൊച്ചിയിൽ വരികയാണെങ്കിൽ വലിയൊരു പരിപാടിയായിട്ട് നടത്തും, അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ അങ്ങ് താല്പര്യപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നെങ്കിൽ അങ്ങ് ഇതിന്റെ ആദ്യ ടിക്കറ്റ് വാങ്ങണം, അങ്ങും കുടുംബവും, അല്ലെങ്കിൽ അങ്ങ് ആദ്യ ടിക്കറ്റ് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ മുന്നിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഈ ഇതൊരു വാക്ക് കേൾക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച്
മുഖ്യമന്ത്രി ഇങ്ങനെ നോക്കി താഴോട്ട് നോക്കി എന്തൊക്കെയോ നോക്കിയിരുന്നു. പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി ഇങ്ങനെ ചോദിച്ചു, അതിന് നിങ്ങള് ആദ്യം മറ്റേ പൈസ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ വിവരം ഒന്ന് കാണിക്ക്. അർജന്റീന ടീമിനെ 130 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞു, അതിന്റെ വിവരം ഒന്ന് കാണിക്ക് എന്ന് പറഞ്ഞു. അപ്പം പുള്ളീന്റെ മുഖം പെട്ടെന്ന് മാടി. അല്ല മിനിസ്റ്ററെ, അല്ല CM, അത് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊടുത്തു, ഞാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ, കൊടുത്തതിന്റെ ഡാറ്റ കാണിക്ക്. പിന്നെ മെസ്സി വരുമെന്ന് പറഞ്ഞല്ലോ, എന്നാ വരുമെന്ന് പറഞ്ഞതിന്റെ നിങ്ങൾ തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ഇതൊന്ന് എഗ്രിമെന്റ് കാണിക്ക്. ഇത് രണ്ടും കേട്ടോട് കൂടിയിട്ട് ആൻഡോ അവിടെ ചെന്ന് മുഖ്യമന്ത്രി 2 പൊക്കി അടിച്ച് മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് ഇഷ്ടംപോലെ വാർത്തയൊക്കെ ചെയ്യുന്ന സംഘമാണ് ഞങ്ങൾ. സ്ഥിരമായിട്ട് CPM-നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് വാർത്തകൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഓക്കെ ആൻഡോ വാ, ഇപ്പം തന്നെ എനക്ക് തരാം ഒരു മറ്റേ എന്താ പറയുക, എന്നിട്ട് നമ്മുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, ഡയലോഗ് ഞാൻ വിട്ടുപോയി. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ പരിപാടി നടത്തുള്ള ഡേറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി PS-നെ വിളിച്ചിട്ട് അത് ആൻഡോയ്ക്കുള്ള ഡേറ്റ്, ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമെന്നാണ് പുള്ളി വിചാരിച്ചത്. ബാക്കിയുള്ളവരെയൊക്കെ കുപ്പിയിൽ ഇറക്കുന്നത് പോലെ മുഖ്യമന്ത്രി കുപ്പിയിൽ ഇറക്കാൻ പറ്റുമെന്നാണ് പുള്ളി വിചാരിച്ചത്. പക്ഷെ പുള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. മറ്റ് പല കാര്യത്തിലും നമുക്ക് മുഖ്യമന്ത്രിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ ഒരു ക്രിമിനൽ എന്ന് വേണമെങ്കിൽ പോലും വിശേഷിപ്പിക്കാൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയുക ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അയാൾക്കെതിരെയുള്ള കേസുകൾ എത്രയാ. ഇയാളുടെ നാടായിട്ടുള്ള ഈ കൽപ്പറ്റയിലെ വാഴവറ്റ ആ സ്ഥലങ്ങളിലും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു കേസുമായി ബന്ധപ്പെട്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ഇയാളെ കുറിച്ച് പറയുന്നുള്ള രൂപം എന്ന് പറയുന്നത് വളരെ 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 മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാളെ കുറിച്ച് പറയുന്നത്. അവിടുത്തെ BJP-ക്കാരെ കണ്ടു, അവിടുത്തെ കോൺഗ്രസ്സുകാരെ കണ്ടു, CPM-കാരെ കണ്ടു. CPM-കാർക്ക് പോലും ഇയാളെ അവിടെ പുച്ഛമാണ്. അപ്പം ആ നിലയിലാണ് ഉള്ളത്. അപ്പം മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതോടുകൂടി പുള്ളിയുടെ പ്ലാൻ പൊളിക്കും. ഇതിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന അതായത് അർജന്റീന വന്നു കഴിഞ്ഞാൽ അവർക്കും കൂടിയാണ് ഗുണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൻഡോ പ്ലേറ്റ് തിരിച്ചിട്ടു. അതിനെ തുടർന്ന് ആൻഡോ പിന്നീട് പറയാൻ തുടങ്ങി, ഈ വിൻഡോയിലില്ല, അടുത്ത വിൻഡോയിലാണ് ഉള്ളത്. ഇത് സംബന്ധിച്ചുള്ള ക്ലാരിറ്റി കൊടുത്തില്ലെങ്കിൽ പണി പാടും തോന്നി. കാരണം ഈ CPM അണികളെ, സാധാരണ അണികളെ പറ്റിക്കുന്ന പോലെ പിണറായി വിജയനെ പറ്റിക്കാൻ വേണ്ടി പറ്റില്ലെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇവർക്ക് സാധിച്ചു. മാത്രമല്ല ഈ പറയുന്ന കായിക മന്ത്രി ഉൾപ്പെടെയുള്ളവർ പെട്ടു നിൽക്കുകയാണ്. കായിക മന്ത്രിയോട് ഈ സംബന്ധിച്ച് മെസ്സി എന്നുള്ളതിന്റെ മേത് കേട്ട് കഴിഞ്ഞാൽ പോലും, മേശ എന്ന് പറയാൻ മേ എന്ന് പറഞ്ഞാൽ പോലും പുള്ളിക്ക് പെട്ടെന്ന് പ്രകോപനം ഉണ്ടാവും ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട്. കാരണം 24 നാണക്കേടല്ലേ ഉണ്ടാക്കി വെച്ചത്. പിന്നെ അടുത്ത ഒക്ടോബർ മറ്റേ ഇന്ന ഡേറ്റ് മുതൽ നവംബർ ഇന്ന ഡേറ്റ് വരെ കേരളത്തിൽ 7 ദിവസം മെസ്സി ഉണ്ടാകും എന്ന് പ്രഖ്യാപനം നടത്തിയതല്ലേ. എതിർകൂളത്തരമായിരുന്നു കാണിച്ചെന്നുള്ളതിരിക്കുന്നത്. ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രി യാതൊരുവിധ എഗ്രിമെന്റോ കൺഫർമേഷൻ ലെറ്ററോ മറ്റൊരു സാധനമില്ലാണ്ട് ഒരു ഡേറ്റ് അങ്ങ് വിളംബരം ചെയ്യാണ്. ആ ഡേറ്റിൽ ഇവിടെ വരും, ഇവിടെ കളിക്കും, ഇവിടെ ഉണ്ടാക്കും. ഫിഫ അപ്രൂവഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം പോലും ഇല്ലാത്ത കേരളത്തിൽ വന്നിട്ട്, നമ്മുടെ രാജ്യത്ത് തന്നെ അഹമ്മദാബാദ് ഒരു സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫിഫ അപ്രൂവഡ്, ഫിഫ ലെവലുള്ള സ്റ്റേഡിയം നമ്മുടെ എറണാകുളത്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഗ്രീൻഫീൽഡ് ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ ഫിഫ അപ്രൂവ് ചെയ്യണം, അവിടുത്തെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ വെച്ച് ഫിഫ അപ്രൂവ് ചെയ്യണം. ആ സ്റ്റേഡിയം രാജ്യത്ത് തന്നെ ഒന്നും കണ്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്റ്റേഡിയം പോലും ഇല്ലാത്ത സ്ഥലത്ത് ഈ പറയുന്ന മെസ്സിയും ടീമും കളിക്കാൻ വന്നിട്ട് ഈ പറയുന്ന സ്റ്റേഡിയത്തിൽ കളിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റുമോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തിന് നാണക്കേടായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതൊന്നുമില്ലാതെ പറഞ്ഞ കായിക മന്ത്രിയെ ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. എന്തായാലും ആൻഡോ വിരിച്ച വിരിയിൽ എന്താ പറയുക, കുഴിയിൽ പിണറായി വിജയൻ വീണില്ല. മാത്രമല്ല പിണറായി വിജയൻ കൃത്യമായിട്ട് ഇപ്പോൾ ചെക്ക് വെക്കാൻ തീരുമാനിച്ചു. ആൻഡോയ്ക്കെതിരെ കേന്ദ്ര ഏജൻസികൾക്ക് ഇവിടെ വന്ന് അന്വേഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക കുറ്റകൃത്യ കേസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് വീഴും. ആ FIR വീഴുന്ന ഘട്ടത്തിൽ തന്നെ അത് സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കേരളത്തിൽ ഒരു മാധ്യമങ്ങൾക്കും കിട്ടാൻ സാധ്യതയില്ലാത്ത അത്രയും വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും.